പോകേണ്ട സമയമാണ്. ബ്രഹ്മപുരത്തെ മാലിന്യ പ്ലാന്റിലെ തീപിടുത്തത്തെക്കുറിച്ച് വിലയിരുത്താൻ മന്ത്രിതല യോഗം ചേർന്നു. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും എറണാകുളം ജില്ലയുടെ ചുമതലയുള്ള വ്യവസായ മന്ത്രി പി രാജീവും യോഗത്തിൽ പങ്കെടുക്കുന്നു. അശ്വതി ചേരുന്നു വിവരങ്ങളുമായി. അശ്വതി, മന്ത്രിതല സമിതി ചേരുകയാണ്, യോഗം ചേരുകയാണ്. ബ്രഹ്മപുരത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്ത് തീരുമാനങ്ങളാണ് ഉണ്ടാകുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ വിലയിരുത്തുന്നു? ബ്രഹ്മപുരത്തെ മാലിന്യ പ്ലാന്റിലെ തീപിടുത്തത്തെക്കുറിച്ച് വിലയിരുത്താൻ മന്ത്രിതല യോഗം ചേർന്നു. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും എറണാകുളം ജില്ലയുടെ ചുമതലയുള്ള വ്യവസായ മന്ത്രി പി രാജീവും യോഗത്തിലുണ്ട്. ഏതാനും ദിവസങ്ങളായി കൊച്ചി നഗരം വീർപ്പുമുട്ടുകയാണ്. മാലിന്യ പ്ലാന്റ് കത്തിയമരുന്ന സാഹചര്യത്തിൽ പുകപടലങ്ങൾ കൊച്ചി നഗരത്തെ ആകെ മൂടുകയാണ്. അശ്വതി വിവരങ്ങളുമായി ചേരുന്നു. അശ്വതി, വീണ ജോർജും പി രാജീവും ഇന്ന് മന്ത്രിതലത്തിൽ ചർച്ചകൾ നടത്തി. എന്ത് പരിഹാര മാർഗമാണ് അവർ നിർദ്ദേശിക്കുന്നത്, വിലയിരുത്തുന്നത്? ഫിജി, ഇപ്പോഴും ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. 9 മണിക്ക് തുടങ്ങിയ ചർച്ചയാണ്, ഇതുവരെ അവസാനിച്ചിട്ടില്ല. ഇതിനുശേഷം മന്ത്രിതലത്തിലുള്ള മന്ത്രിമാരുടെ ഒരു ബ്രീഫിംഗ് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എറണാകുളം കളക്ടറേറ്റിലാണ് ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മാലിന്യ സംസ്കരണ പ്ലാന്റിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് നഗരത്തിലെ മലിനീകരണ തോത് ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുകയാണ്. PM 2.5 വായു മലിനീകരണ തോത് 105 മൈക്രോഗ്രാം ആയിട്ടാണ് ഉയർന്നിരിക്കുന്നത്. ഈ തീപിടുത്തം ഉണ്ടാകുന്നതിന്റെ തലേ ദിവസം ഇത് 66 ഗ്രാം ആയിരുന്നു. അതുപോലെ തന്നെ PM10 മലിനീകരണ തോതും വർദ്ധിച്ചിട്ടുണ്ട്. 148.41 മൈക്രോഗ്രാം ആണ് ഇത് രേഖപ്പെടുത്തിയത്. ഇന്നലെ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് 40 മൈക്രോഗ്രാമിന് മുകളിലുള്ള മലിനീകരണം അപകടത്തിന് കാരണമാണെന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഒരു സ്റ്റാൻഡേർഡ് ഒരു ലെവലുണ്ട്. അതിന് മുകളിൽ, ഒരുപാട് മുകളിലായിട്ടാണ് 40 എന്ന് പറയുന്നത് 148ലേക്ക് ഉയർന്നിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ മന്ത്രിതലത്തിലുള്ള ഉന്നതതല യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നത്. വിഷയത്തിൽ മറ്റ് ആളുകളെ എങ്ങനെയൊക്കെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജാഗ്രത പുലർത്തേണ്ടത്, എങ്ങനെ ബോധവൽക്കരണം നടത്തണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ആരോഗ്യമന്ത്രിയും അതുപോലെ തന്നെ ജില്ലയിലെ മന്ത്രി പി രാജീവും ഒക്കെ ഉൾപ്പെടുന്ന ഈ യോഗം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഇന്ന് ആളുകൾ പരമാവധി വീടുകളിൽ തന്നെ കഴിയണം, പുറത്തേക്ക് ഇറങ്ങരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ യോഗവും ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഫിജി, അശ്വതി, എന്തൊക്കെ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്? അശ്വതി സൂചിപ്പിച്ച പോലെ ആളുകൾ വീട്ടിൽ തന്നെ കഴിയണം, അല്ലെങ്കിൽ മാസ്ക് ധരിക്കണം, കൂടുതൽ പുക ഉള്ള പ്രദേശങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട്. ഇത്തരത്തിൽ എന്തൊക്കെ നിർദ്ദേശങ്ങൾ നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്? ആരോഗ്യ വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നാണ് പ്രധാനമായും ഇന്നലെ നിർദ്ദേശങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പുക നിയന്ത്രണ വിധേയമാക്കുവാൻ കഴിയാത്തതിനാൽ ബ്രഹ്മപുരത്തിനും സമീപ പ്രദേശങ്ങളിലും താമസിക്കുന്നവർ ഇന്ന്, അതായത് ഞായറാഴ്ച, കഴിവതും ഇറങ്ങുന്നത് ഒഴിവാക്കണമെന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. കഴിയുന്നതും വീടുകളിൽ തന്നെ കഴിയണം. അതുപോലെ തന്നെ കടകളും സ്ഥാപനങ്ങളും അടച്ചിടണമെന്നും കളക്ടർ അഭ്യർത്ഥിച്ചിരുന്നു. ഒപ്പം മാസ്ക് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ ഈ വാർത്താക്കുറിപ്പിൽ അല്ലാതെ തന്നെ കളക്ടർ പറഞ്ഞിട്ടുണ്ട്. അധികം പുറത്തിറങ്ങരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം, രാത്രി സമയങ്ങളിലൊക്കെ കലൂര്, അതുപോലെ തന്നെ പാലാരിവട്ടം ഭാഗങ്ങളിലൊക്കെ തന്നെ വലിയ പുകയാണ് ഉണ്ടായിരുന്നത്. ഇത് വലിയ ആളുകൾക്ക് ചെറിയ ഇറിറ്റേഷനുകളൊക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ചികിത്സ തേടുന്നതിന് സമീപത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും സ്വകാര്യ ആശുപത്രികളും അതുപോലെ തന്നെ ജനറൽ ആശുപത്രി ഉൾപ്പെടെയുള്ളവയും സജ്ജമാക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ ബ്രഹ്മപുരത്ത് ഓക്സിജൻ കിയോസ്കും ആരംഭിക്കും എന്ന് ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് അതിന്റെ നടപടികളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇതുവരെ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറയുന്ന രീതിയിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ആളുകൾക്ക് ഈ പനി, അതുപോലെ തന്നെ ഇറിറ്റേഷനുകളാണ് മെയിൻ ആയിട്ടുണ്ടാകുന്നത്. ചില അസ്വസ്ഥതകൾ, ഇത് പുക ശ്വസിക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ, നീറ്റലുകൾ, അത്തരം കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫിജി, ശ്രുതി, ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ എവിടെ? തീ അണച്ചു കഴിഞ്ഞോ പൂർണ്ണമായും? ഇത് ഈ ചപ്പുചവറുകൾ കൂടുതൽ നീറി ഉണ്ടാകുന്ന പുകയാണോ ഇപ്പോൾ ഉള്ളത്?
തീർച്ചയായിട്ടും നീറി നിൽക്കുന്ന പുകയാണ് മെയിൻ ആയിട്ടും ഉള്ളത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ പറഞ്ഞിരുന്നു, പുറമേയുള്ള തീ അണച്ചു കഴിഞ്ഞാലും ഇത് മീറ്ററുകളോളം താഴേക്ക് വലിയ കൂനകളാണ്. ഏകദേശം 75 ഏക്കറോളം പരന്നു കിടക്കുന്ന വലിയ കൂനയാണ്. അപ്പോൾ താഴേക്ക് ഇതിന്റെ വലിയ രീതിയിലുള്ള തീപിടുത്തമായതിനാൽ താഴേക്ക് തീ പടരുന്നതിനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് മുകളിൽ നമ്മൾ അണച്ചാലും താഴേക്ക് അതിന്റെ മീറ്ററുകളുണ്ട്. അങ്ങനെ നീറി നിൽക്കുമ്പോൾ വലിയ രീതിയിലുള്ള പുക പുറത്തേക്ക് വരുന്നതിനുള്ള സാഹചര്യമുണ്ട്. അതാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. വെയിൽ തെളിയുമ്പോഴാണ് ഇതിന് ഒരു ശമനം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ രാവിലെയൊക്കെ മൂടൽമഞ്ഞ് പോലെ തന്നെ ഉണ്ടാകുന്ന പുക വലിയ തോതിലുള്ള പ്രതിസന്ധിയാണ് നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും ഒക്കെ തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഫിജി, അശ്വതി, ഇപ്പോഴും നേവിയുടെ സഹായം തേടുന്നുണ്ടോ? ഹെലികോപ്റ്ററുകൾ തീ അണയ്ക്കുന്നതിന് അല്ലെങ്കിൽ പുക നിയന്ത്രണ വിധേയമാക്കുന്നതിന് ശ്രമിക്കുന്നുണ്ടോ? ഇപ്പോൾ നിലവിൽ നേവിയുടെ ഹെലികോപ്റ്ററുകൾ ഇത് ചെയ്യുന്നില്ല. നേവിയുടെ ഹെലികോപ്റ്ററുകൾ വെള്ളം സ്പ്രേ ചെയ്യുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിരുന്നു. എന്നാൽ ഇത് തുടക്കത്തിൽ ഫലപ്രദമായിരുന്നില്ല. പുക ഉയരുന്നതിനാൽ അഗ്നിസേന വിഭാഗത്തിന് താഴെ നിന്ന് പ്രവർത്തിക്കാൻ കഴിയാതെ വരികയായിരുന്നു. അതായത് അതിന്റെ പ്രവർത്തനത്തിൽ ഹെലികോപ്റ്ററുകളുടെ ഒക്കെ പ്രവർത്തനത്തിനെ ഇത് സാരമായി ബാധിച്ചിരുന്നു. അതിനാൽ ഹെലികോപ്റ്ററിലെ വെള്ളം ഉപയോഗിച്ചുള്ള തീ അണയ്ക്കൽ തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ്. ആലപ്പുഴയിൽ നിന്ന് കൊണ്ടുവന്ന വലിയ പമ്പ് ഉപയോഗിച്ചുകൊണ്ട് തൊട്ടടുത്തുള്ള കടമ്പറയാറിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് തീ അണയ്ക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ബ്രഹ്മപുരത്തെ തീയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു അന്വേഷണം നടത്തുമെന്നും ഇത് ഉന്നതതല യോഗത്തിന് ശേഷം കളക്ടർ വ്യക്തമാക്കിയിരുന്നു. സാഹചര്യത്തെക്കുറിച്ച് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ചീഫ് സെക്രട്ടറിയും നിർദ്ദേശിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വലിയ അന്വേഷണങ്ങളും വിഷയങ്ങളും ഒക്കെയാണ് ഇപ്പോൾ ഈ ബ്രഹ്മപുരത്തെ തീപിടുത്തവുമായിട്ട് നടക്കുന്നത്. എന്തായാലും തീ നിയന്ത്രണ വിധേയമാണ് എന്ന്, അതായത് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് തീ പടരാതെ തീ നിയന്ത്രണ വിധേയമാണ്. ഇനി അണയ്ക്കുന്നതിനുള്ള പ്രശ്നങ്ങളാണ്. അത് ഞായറാഴ്ച വൈകിട്ട്, അതായത് ഇന്ന് വൈകിട്ടോടു കൂടി തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരുന്നത്. എന്തായാലും ഇപ്പോൾ ഉന്നതതല യോഗങ്ങൾ ചേർന്നുകൊണ്ടിരിക്കുകയാണ്, മന്ത്രിതല യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം ഇതിന്റെ ഒരു ബ്രീഫിംഗ് ഉണ്ടാകും. ഈ മന്ത്രിതല യോഗത്തിന്റെ വിശദാംശങ്ങൾ മന്ത്രിമാർ തന്നെ വ്യക്തമാക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും പുതിയ വാർത്തകൾ എന്തൊക്കെയാണ്, എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതുപോലെ തന്നെ തീ അണയ്ക്കുന്നതിന് ഇനി കൂടുതൽ സജ്ജീകരണങ്ങൾ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ നിലവിലെ സജ്ജീകരണങ്ങൾ തന്നെ പര്യാപ്തമാണോ തുടങ്ങിയ കാര്യങ്ങളും വിലയിരുത്തലുകളും അവരുടെ അത് സംബന്ധിച്ച ഡിസിഷനുകളും ഒക്കെ ഏറ്റവും അല്പസമയത്തിനകം തന്നെ, ഏകദേശം നിമിഷങ്ങൾക്കകം തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. ഫിജി, ശരി അശ്വതി വിശദമായി റിപ്പോർട്ട് ചെയ്യുന്നു. മന്ത്രിതല യോഗം നടക്കുകയാണ്. ആരോഗ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അല്പസമയത്തിനകം അവർ കാര്യങ്ങൾ വിശദീകരിക്കും എന്ന് മനസ്സിലാക്കുന്നു.